ഹായ് ലേണേഴ്സ്, എല്ലാവർക്കും ഐ+ ട്രെയിനിങ് സൊല്യൂഷൻ്റെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ISRO ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് മെക്കാനിക്കൽ എക്സാമിന് വേണ്ടിയുള്ള മാത്തമാറ്റിക്സ് മൊഡ്യൂളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനുകളുടെ ഡിസ്കഷനായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തുകൊണ്ടിരുന്നത്. രണ്ട് പാർട്ട് നമ്മൾ ഇതിൻ്റെ രണ്ട് പാർട്ട് വീഡിയോ നമ്മൾ ചെയ്തു. അപ്പോൾ മൂന്നാമത്തെ പാർട്ടിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. അപ്പോൾ ഏകദേശം 12ഓളം ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പോൾ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിൻ്റെ സൊല്യൂഷൻ അതെങ്ങനെയാണെന്നുള്ള കാര്യം നമുക്കൊന്ന് പെട്ടെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വരെയായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത്. അപ്പോൾ 13ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? ദി വാല്യൂ ഓഫ് 4 log 9 to the base 3. ഓക്കെ, അപ്പോൾ ഈ തന്നിരിക്കുന്ന എക്സ്പ്രഷൻ്റെ വാല്യൂ എത്രയാണെന്ന് വേണം എന്ത് ചെയ്യാൻ, കണ്ടുപിടിക്കാൻ. അപ്പോൾ അത് വളരെ സിമ്പിളാണ്, ലോഗരിതമായിട്ട് ബന്ധപ്പെട്ട ഒരു റിസൾട്ടാണ്. അപ്പോൾ ഓർത്ത് വെച്ചേക്കേണ്ട കുറച്ച് റിസൾട്ടുകളുണ്ട്. ആ റിസൾട്ടുകൾ ഞാനൊന്ന് പറയാം. ലോഗുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ട് ലോഗ് a to the base b into c എന്ന് പറയുന്നത് നമുക്കിതിനെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? ലോഗ് a to the base b പ്ലസ് ലോഗ് a to the base c, ഇങ്ങനെ നമുക്ക് രണ്ട് സം ആക്കി എന്ത് ചെയ്യാൻ പറ്റും, എഴുതാനായിട്ട് പറ്റും. അതായത് ലോഗ് a to the base bc യെ നമുക്ക് ലോഗ് a to the base b പ്ലസ് ലോഗ് a to the base c എന്ന് സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് പറ്റും. അടുത്ത ലോഗ് a to the base b raised to n എന്ന് പറയുന്നത് n ലോഗ് a to the base എന്തുമായിരിക്കും, b ആയിരിക്കും. അതായത് b raised to n ന്റെ a to the ബേസിലുള്ള ലോഗ് എന്ന് പറയുന്നത് n ലോഗ് a to the base b ആയിരിക്കും. അപ്പോൾ ഈ രണ്ട് റിസൾട്ടുകൾ ലോഗരിതമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഓർത്ത് വെച്ചേക്കേണ്ടതാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ടുകളാണ്. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് 4 log 9 to the base 3 ആണ് എന്ത് ചെയ്യേണ്ടത്, കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യമേ ഈ ലോഗ് 9 to the base 3 എത്ര എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഓക്കെ, ലോഗ് 9 to the base 3 എത്ര എന്നുള്ള കാര്യം നോക്കാം. അപ്പോൾ ലോഗ് 9 നമുക്ക് 3യെ നമുക്ക് എങ്ങനെ എഴുതാം? 9 raised to 1/2 എന്ന് എഴുതാമല്ലോ. ഓക്കെ, 3യെ നമുക്ക് 9 raised to 1/2 എന്ന് എഴുതാം. അപ്പോൾ ലോഗ് a to the base b യുടെ വാല്യൂ x ആണെന്നുണ്ടെങ്കിൽ a raised to x എന്ന് പറയുന്നതായിരിക്കും എന്തെന്ന് പറയുന്നത്, b എന്ന് പറയുന്നത്. ഇതാണ് ലോഗിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള റിസൾട്ട്. ഓക്കെ, ലോഗ് a to the base b യുടെ വാല്യൂ x ആണെന്ന് വെച്ചാൽ x ആണ് എങ്കിൽ a raised to x ഈക്വൽ എന്തായിരിക്കും, b ആയിരിക്കും. അപ്പോൾ ഇവിടെ നോക്കിയേ, നമുക്ക് 9 raised to 1/2 3 ആണ്. ഓക്കെ, അപ്പോൾ 9 raised to 1/2 3 എന്ന് പറയുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് ഇത്രയേ ഉള്ളൂ, ലോഗ് to the base 9 3 എന്ന് പറയുന്നത് എന്തുമായിരിക്കും, ദാ ഈ വന്നേക്കുന്ന എക്സ്പോണന്റ് 1/2 ആയിരിക്കും. ഓക്കെ, അപ്പം ലോഗ് ടു ദി ബേസ് 9 3 എന്ന് പറയുന്നത് എന്തുമായിരിക്കും ആൻസർ, 1/2 ആയിരിക്കും ആൻസർ. അപ്പോൾ എന്താ, ഇത്രയും ടേമിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം, 1/2 എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഈ തന്നിരിക്കുന്ന റിസൾട്ട് അനുസരിച്ച് ലോഗ് 9 to the base 3യുടെ വാല്യൂ നമുക്ക് എത്ര എന്ന് കിട്ടും, 1/2 എന്ന് കിട്ടും. അപ്പോൾ ഈ ഒരു എക്സ്പ്രഷനെ എങ്ങനെ റീറൈറ്റ് ചെയ്യാം, 4 raised to 2 into 1/2 എന്ന് നമുക്ക് റീപ്ലേസ് ചെയ്യാം. അപ്പോൾ 2ഉം ക്യാൻസലായി പോകുമ്പോൾ 4 raised to 1 എന്ന് കിട്ടും. അപ്പോൾ ഫൈനൽ ആൻസർ എത്ര ആയിരിക്കും, 4 ആയിരിക്കും എന്തെന്ന് പറയുന്നത്, ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ലോഗരിതമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട റിസൾട്ട് ഏതൊക്കെയാണ്? ലോഗ് a to the base bc എന്ന് പറയുന്നത് ലോഗ് a to the base b പ്ലസ് ലോഗ് a to the base c ആണ്. ലോഗ് a to the base b raised to n എന്ന് പറയുന്നത് n ലോഗ് a to the base എന്തുമായിരിക്കും, b ആയിരിക്കും. പിന്നീട് അടുത്ത ഈ ഒരു റിസൾട്ട് കൂടെ ഓർത്ത് വെച്ചേക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ലോഗ് a to the base b by c എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും, ലോഗ് a to the base b മൈനസ് ലോഗ് a to the base c ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ലോഗരിതമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ടുന്ന റിസൾട്ട്. അപ്പോൾ ഈ 4 റിസൾട്ടുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൽ ഏതെങ്കിലുമൊക്കെ ബേസ് ചെയ്തായിരിക്കും ലോഗരിതമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്ത് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ അടുത്ത 14ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, 14 ക്വസ്റ്റ്യൻ നമ്പർ 14 വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ, നമ്മുടെ ഓൾജിബ്രയിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് PSC പോലുള്ള എക്സാമുകൾക്കും ഈ രീതിക്കുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ എന്ത് തന്നേക്കുന്നത്, ഇഫ് x ഈക്വൽ ടു 7 - 4√3 ദെൻ ദി വാല്യൂ ഓഫ് x + 1/x. അപ്പോൾ എക്സിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, x + 1/xൻ്റെ വാല്യൂ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ആ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ എന്ത് കിട്ടും, എക്സിൻ്റെ വാല്യൂ തന്നേക്കുന്നത് 7 - 4√3 ആണ്. അപ്പോൾ നമുക്ക് x + 1/x എന്നുള്ളത് നമുക്ക് എന്ത് പറയാം, 7 - 4√3 പ്ലസ് 1/7 - 4√3 എന്ന് എഴുതാമല്ലോ. ഈ രീതിക്ക് നമുക്ക് അതിനെ റീറൈറ്റ് ചെയ്യാമല്ലോ.
ഓക്കെ 7 മൈനസ് 4√3 പ്ലസ് 1/7 - 4√3 എഴുതാം. ഇവിടെ നോക്കിയേ, നമുക്ക് റൂട്ടിന്റെ ടേംസ് വന്നേക്കുന്ന ഡിനോമിനേറ്റർ അല്ല. അപ്പോൾ അങ്ങനെ ഡിനോമിനേറ്ററിൽ ഈ രീതിക്ക് ടേം വരുവാണെങ്കിൽ ഇതിന്റെ കോൺജുഗേറ്റ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ കോൺജുഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നിരിക്കുന്ന രണ്ട് ടേമുകളെയും കൂടെ സെപ്പറേറ്റ് ചെയ്യുന്ന സൈൻ എന്ത് ചെയ്യണം, നമ്മൾ ഇന്റർചേഞ്ച് ചെയ്യണം. മൈനസ് ആണെങ്കിൽ പ്ലസ് ആക്കി മാറ്റണം, പ്ലസ് ആണെങ്കിൽ എന്താക്കി മാറ്റണം, മൈനസ് ആക്കി മാറ്റണം. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് ഇങ്ങനെ റീറൈറ്റ് ചെയ്യാം. 7 - 4√3 പ്ലസ് മുകളിലും താഴെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, 7 + 4√3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, ഡിവൈഡ് ബൈ 7 - 4√3 ഇൻറ്റു 7 + 4√3. ഓക്കെ, a പ്ലസ് ബിയുടെ കോൺജുഗേറ്റ് ആണ് a - b. ഓക്കെ, അപ്പോൾ 7 - 4√3യുടെ കോൺജുഗേറ്റ് ആയ 7 + 4√3 കൊണ്ട് മുകളിലും താഴെ എന്ത് ചെയ്തു, മൾട്ടിപ്ലൈ ചെയ്തു. ഇനി 7 - 4√3 ഇൻറ്റു 7 + 4√3 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, a + b × a - b. എന്തോ a + b × a - b, a + b × a - b എന്ന് പറയുന്നത് a² - b² ആണല്ലോ. അപ്പോൾ ആ റിസൾട്ട് വെച്ച് നമുക്ക് ഇതിനെ സിംപ്ലിഫൈ ചെയ്യാമല്ലോ. ഈ റിസൾട്ട് എങ്ങനെ അപ്ലൈ ചെയ്യാം, നമുക്ക് 7ന്റെ സ്ക്വയർ മൈനസ് 4√3 ദി ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ 7 സ്ക്വയർ 49 മൈനസ് 4√3യുടെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 4ന്റെ സ്ക്വയർ 16, √3യുടെ സ്ക്വയർ 3, അപ്പോൾ 60 × 3 48 എന്ന് കിട്ടും. അപ്പോൾ 49 - 48 എത്രയായിട്ട് മാറും, 1 ആയിട്ട് മാറും. അതായത് ഡിനോമിനേറ്ററിന്റെ വാല്യൂ എന്തെന്ന് കിട്ടി, 1 എന്ന് കിട്ടി. ഡിനോമിനേറ്ററിന്റെ വാല്യൂ എത്ര എന്ന് കിട്ടി, 1 എന്ന് കിട്ടി. അപ്പോൾ 7 - 4√3 പ്ലസ് 7 + 4√3 എന്നുള്ളത് നമുക്ക് -4√3 + 4√3 ക്യാൻസൽ ചെയ്ത് കളയാം. ബാക്കി എന്തൊക്കെയുണ്ട്, 7 + 7, 7 + 7ന്റെ വാല്യൂ എത്ര, 14. ഓക്കെ, അപ്പോൾ ഈ തന്നിരിക്കുന്നതിനകത്ത് നമുക്ക് എക്സിന്റെ വാല്യൂ 7 - 4√3 ആണെന്നുണ്ടെങ്കിൽ x + 1/xന്റെ വാല്യൂ എത്ര ആയിരിക്കും, 14 ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് ഈ രീതിക്ക് പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ 14 ക്വസ്റ്റ്യൻ ആയിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് 15ാമത്തെ ക്വസ്റ്റ്യൻ അടുത്ത നമ്മളെ ഇൻ്റഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ എന്തോ കണ്ടുപിടിക്കേണ്ട, ഇൻ്റഗ്രൽ x × log x dx, ഇൻ്റഗ്രൽ x × log x dx എത്ര എന്നുള്ള കാര്യം കണ്ടുപിടിക്കണം. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി നമ്മൾ അവിടെ ഓർത്തിരിക്കേണ്ട ഒരു റിസൾട്ട് ഉണ്ട്. ആ റിസൾട്ടാണ് നമ്മൾ ആദ്യമേ അറിഞ്ഞിരിക്കേണ്ടത്. അതായത് നമുക്ക് ഡിഫറൻസിയേഷന് പ്രോഡക്റ്റ് റൂൾ ഉള്ളതുപോലെ നമുക്ക് ഇന്റഗ്രേഷനുള്ള റൂളാണ് ഇന്റഗ്രേഷൻ ബൈ പാർട്സ്. ഓക്കെ, ഇന്റഗ്രേഷൻ ബൈ പാർട്സ് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇന്റഗ്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ഓഫ് 2 ഫംഗ്ഷൻ f × g എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റിന്റെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് ദി സെക്കൻഡ് മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡിഫറൻഷ്യൽ കോവിഷ്യന്റ് ഓഫ് ദി ഫസ്റ്റ് ഇൻറ്റു ഇന്റഗ്രൽ സെക്കൻഡ് ഡി എക്സ്. അപ്പോൾ ഈ റൂളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇന്റഗ്രേഷൻ ബൈ പാർട്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ റൂൾ ഇത്രയേ ഉള്ളൂ. 2 ഫംഗ്ഷൻ എഫും ജിയും, 2 ഫംഗ്ഷൻ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷനും ജി എന്ന് പറയുന്ന ഫംഗ്ഷനും, ഇതിനെ രണ്ടിൻ്റെ കൂടെ പ്രോഡക്റ്റിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഫസ്റ്റ് ഫംഗ്ഷൻ എഫ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇന്റഗ്രൽ ഓഫ് d/dx ഓഫ് എഫ്, അതിനെ വിളിക്കുന്ന പേരാണ് ഫസ്റ്റ് ഫംഗ്ഷന്റെ ഇന്റഗ്രൽ കോഎഫിഷ്യന്റ് ഇൻറ്റു ഇന്റഗ്രൽ ജി ദി ഓൾ എന്ത് dx. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ അകത്ത് ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ആ കിട്ടുന്ന റിസൾട്ടിനെ df/dx കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ആ പ്രോഡക്റ്റിനെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ ഈ റൂളിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ബേസ് ചെയ്താണ് നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി അവിടെ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സിൻ്റെ കേസിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു ടേം ഓർത്ത് വെച്ചേക്കണം, LIATE. ഓക്കെ, അപ്പോൾ അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷനുകളിൽ നിന്ന് ഫസ്റ്റ് ഫംഗ്ഷനെ നമ്മൾ ചൂസ് ചെയ്യുന്നതിന് ഒരു ഓർഡർ ഉണ്ട്. ആ ഓർഡറിൽ നമ്മൾ ഫസ്റ്റ് ഫംഗ്ഷനെ ചൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് അതിൻ്റെ ആൻസർ കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ആ ഒരു ഓർഡറിനെ നമ്മൾ എന്ത് വെച്ച് ഡിനോട്ട് ചെയ്യുന്നത്, LIATE വെച്ച് ഡിനോട്ട് ചെയ്യുന്നത്. അതായത് ലോഗരിതമിക് ഫംഗ്ഷനെ നമ്മൾ ആദ്യമേ ചൂസ് ചെയ്യണം, പിന്നീട് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ, പിന്നീട് ഓൾജിബ്രായിക് ഫംഗ്ഷൻ, ഫോർത്ത് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ആൻഡ് ഫൈനലി എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ. അപ്പോൾ ഈ ഓർഡറിൽ വേണം നമ്മൾ എന്ത് ചൂസ് ചെയ്യാൻ, ഫസ്റ്റ് ഫംഗ്ഷനെ ചൂസ് ചെയ്യാൻ. അതായത് തന്നിരിക്കുന്ന ഒരു എക്സ്പ്രഷനിൽ ലോഗരിതമിക് ഫംഗ്ഷനും ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷനും ഉണ്ട് എങ്കിൽ എല്ലിനെ ലോഗരിതത്തെ വേണം നമ്മൾ എന്താക്കി ചൂസ് ചെയ്യാൻ, ഫസ്റ്റ് ഫംഗ്ഷനാക്കി ചൂസ് ചെയ്യാൻ. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഓർഡറിൽ വേണം നമ്മൾ ആ തന്നിരിക്കുന്നതിനകത്ത് നിന്ന് ഫസ്റ്റ് ഫംഗ്ഷനെ ചൂസ് ചെയ്യാൻ. അങ്ങനെ ചൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ, കറക്റ്റ് ആൻസർ കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്ക് ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്തോ പറഞ്ഞേക്കുന്നത്, ഇന്റഗ്രൽ എക്സ് ലോ എക്സ് എന്നല്ലേ പറഞ്ഞേക്കുന്നത്. ഇന്റഗ്രൽ എക്സ് ലോ എക്സ് എന്ന് പറയുമ്പോൾ എക്സ് എന്ന് പറയുന്ന ഒരു ആൾജിബ്രായിക് ഫംഗ്ഷൻ ആണ്. ലോഗ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാ, ഒരു ലോഗരിതമിക് ഫംഗ്ഷനാണ്. അപ്പോൾ നമ്മൾ ഏത് ഫംഗ്ഷനെ വേണം ഫസ്റ്റ് ഫംഗ്ഷനാക്കി ചൂസ് ചെയ്യാൻ, ലോഗ് എക്സിനെ വേണം ഫസ്റ്റ് ഫംഗ്ഷനാക്കി ചൂസ് ചെയ്യാൻ. നമ്മുടെ റൂൾ അനുസരിച്ച് ലോഗ് എക്സിനെ വേണം ഫസ്റ്റ് ഫംഗ്ഷനാക്കി ചൂസ് ചെയ്യാൻ. അപ്പോൾ ആ റൂൾ അനുസരിച്ച് നമ്മൾ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ലോഗ് എക്സ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് എന്ന് പറയുമ്പോൾ എക്സ് ഡി എക്സ് മൈനസ് ഇന്റഗ്രൽ ഓഫ്
dx of എന്ത് integral of d/dx of log x into integral x dx the whole dx. ഇതാണ് എന്ത് നമുക്ക് ഈ തന്നിരിക്കുന്നതിന്റെ ഇന്റഗ്രേഷൻ ബൈ പാർട്സിന്റെ റൂൾ. നമ്മൾ ആ പറഞ്ഞ റിസൾട്ട് അനുസരിച്ച് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡിഫറൻഷ്യൽ കോഷ്യന്റ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ദി ഹോൾ dx. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഇന്റഗ്രേഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് log x ഇൻറ്റു ഇന്റഗ്രൽ x dx എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് x²/2 ആ. ഓക്കെ, ഇന്റഗ്രൽ x dx എന്ന് പറഞ്ഞാൽ x²/2 ആണ് മൈനസ് ഇന്റഗ്രൽ ഓഫ് d/dx log x എന്ന് പറയുന്നത് എന്തുവാ 1/x ആണ്. d/dx log x എന്തുവാ 1/x ആണ് ഇൻറ്റു ഇന്റഗ്രൽ x dx വീണ്ടും എന്തെന്ന് കിട്ടും x²/2 എന്ന് കിട്ടും ദി ഹോൾ dx എന്ന് എഴുതാം. ഈ എക്സും x²ന്റെ ഒരു എക്സും ക്യാൻസൽ ആയി പോകും. അപ്പോൾ ബാക്കി എന്തെന്ന് കിട്ടും x²/2 ഇൻറ്റു log x x²/2 log x മൈനസ് ഇന്റഗ്രൽ ഓഫ് 1/2 ഇൻറ്റു എക്സ് ഡി എക്സ് എന്ന് കിട്ടും. അവിടെ വീണ്ടും നമ്മൾ ഇൻ്റഗ്രേഷൻ്റെ റൂൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് x² log x/2 മൈനസ് 1/4 ഇൻറ്റു ഇവിടെ ഇന്റഗ്രൽ x dx x²/2 എന്ന് കിട്ടും. ആ 2ഉം ഇവിടെ ഓൾറെഡി ഉള്ള 2ഉം കൂടെ 4 ആയിട്ട് മാറും. അപ്പോൾ x² പ്ലസ് എന്തെന്ന് കിട്ടും സി എന്ന് കിട്ടും. ഓക്കെ, ഇവിടെ കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷനെ പറ്റി നമുക്ക് പറയുന്നില്ല, അതുകൊണ്ട് നമുക്ക് അതിൻ്റെ കേസ് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ബാക്കി അപ്പോൾ സി എന്ന് പറയുന്നത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ ഓപ്ഷൻസ് എന്ത് ചെയ്താൽ മതി, ചെക്ക് ചെയ്താൽ മതി. ബാക്കിയുള്ളത് നമ്മൾ ഓപ്ഷൻ ചെക്ക് ചെയ്യുന്ന സമയത്ത് x²/2 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോമൺ ആക്കി എടുക്കാം. ഈ രണ്ട് ടേമിൽ നമുക്ക് x²/2 കോമൺ ആക്കി എടുക്കാം. അപ്പോൾ x²/2 കോമൺ ആക്കി എടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്തെന്ന് കിട്ടും log x മൈനസ് 1/2 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ x²/2 ഇൻറ്റു log x മൈനസ് 1/2 എന്ന് കിട്ടും. അതായിരിക്കും എന്തെന്ന് പറയുന്നത് ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓപ്ഷനിലേക്ക് നോക്കുമ്പോൾ കറക്റ്റ് ഓപ്ഷൻ ഏതായിരിക്കും, ഓപ്ഷൻ എ ആയിരിക്കും എന്ത് കറക്റ്റ്. കാര്യം ഈ 1/2 എന്ന് വെച്ചാൽ ഇവിടെ 1/2 അതിനെയാണ് ഇവിടെ /2 എന്ന് കൊടുത്തേക്കുന്നത്. അപ്പോൾ x²/2 ഇൻറ്റു log x മൈനസ് 1/2 അത് ടൈപ്പ് ചെയ്തപ്പോൾ ആ രീതിക്ക് ടൈപ്പ് ചെയ്താണ്. കറക്റ്റ് ഓപ്ഷൻ ഏതാ x² ഇൻറ്റു log x മൈനസ് 1/2 ദി ഹോൾ ബൈ 2. ഇതാണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ അത്? ഓക്കെ, അപ്പോൾ 15 ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ 16ാമത്തെ ക്വസ്റ്റ്യൻ. 16ാമത്തെ ക്വസ്റ്റ്യൻ അവിടെ നിൽക്കട്ടെ, നമുക്ക് കുറച്ച് കഴിഞ്ഞ് ചെയ്യാം. കുറച്ച് നമുക്ക് കാൽക്കുലേഷൻ വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്, അതവിടെ നമുക്ക് അവസാനം ചെയ്യാം. 17ാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് sin 3x ഈക്വൽ ടു cot 30 ഇൻറ്റു sin 150 ദെൻ എക്സ്. ഓക്കെ, അപ്പോൾ sin 3x വാല്യൂ cot 30 ഇൻറ്റു sin 150 ഈക്വൽ ആണ് എങ്കിൽ എക്സിൻ്റെ വാല്യൂ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റീസ് അപ്ലൈ ചെയ്ത് ചെയ്യാനുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ നമുക്ക് cot 30യുടെയും sin 150യുടെയൊക്കെ വാല്യൂ നമ്മൾ കാണാതെ പഠിച്ച് വെച്ചേക്കുന്ന ഒരാൾക്ക് സിമ്പിളായിട്ട് തന്നെ അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അല്ല എങ്കിൽ നമുക്ക് അവിടെ കുറച്ച് കാൽക്കുലേഷൻ അവിടെ വേണ്ടി വരും. അപ്പോൾ അവിടെ ഓർക്കേണ്ടുന്ന റിസൾട്ട് ഇത്രയേ ഉള്ളൂ. ഇവിടെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സൈൻ കോസ് ടാൻ കൊസീക്ക് സീക്ക് കോട്ടിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആംഗിൾസിൻ്റെ വാല്യൂ നമ്മൾ കാണാതെ പഠിച്ച് വെച്ചേക്കണം. 30 തൊട്ട് 0 തൊട്ട് 0, 30, 45, 60, 90, 180 അങ്ങനെ 360 വരെയുള്ള വാല്യൂസ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ വാല്യൂസിൻ്റെ ആ ഒരു ടേബിൾ നമ്മൾ കാണാതെ വെച്ചേക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് cot 30 എന്ന് പറയുന്നത് cot 30 എന്ന് പറയുന്നത് നമുക്ക് cos 30/sin 30 ആണ്. ഓക്കെ, cos 30/sin 30 ആണ്. cos 30 എന്ന് പറയുന്നത് √3/2ഉം sin 30 എന്ന് പറയുന്നത് 1/2. അപ്പോൾ 2ഉം 2ഉം ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് എത്ര എന്ന് കിട്ടും, √3 എന്ന് കിട്ടും. ഓക്കെ, cot 30യുടെ വാല്യൂ √3 എന്ന് കിട്ടും. ഇനി അതവിടെ നിൽക്കട്ടെ, cot 30യുടെ വാല്യൂ √3 എന്ന് കിട്ടും. അടുത്ത ഇങ്ങനെ റിസൾട്ട് ഉണ്ട്, സൈൻ ഓഫ് 180 മൈനസ് തീറ്റ എന്ന് പറയുന്നത് സൈൻ തീറ്റയാണ്. ഓക്കെ, സൈൻ ഓഫ് 180 മൈനസ് തീറ്റയുടെ വാല്യൂ എത്ര, സൈൻ തീറ്റയാണ്. അപ്പോൾ സൈൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐഡൻറ്റിറ്റി ആണ് സൈൻ 180 മൈനസ് തീറ്റ സൈൻ തീറ്റയാണ്. അപ്പോൾ നമുക്ക് സൈൻ 150യെ നമുക്ക് സൈൻ 150യെ നമുക്ക് സൈൻ ഓഫ് 180 മൈനസ് 30 എന്ന് എഴുതാം. ഓക്കെ, 150നെ നമുക്ക് 180 മൈനസ് 30 എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ ആ റിസൾട്ട് അപ്ലൈ ചെയ്യുമ്പോൾ 180 മൈനസ് തീറ്റ സൈൻ ഓഫ് 180 മൈനസ് തീറ്റ സൈൻ തീറ്റയ്ക്ക് ഈക്വൽ ആയതുകൊണ്ട് അപ്പോൾ ഇത് ആർക്ക് ഈക്വൽ ആയിരിക്കും, സൈൻ 30ക്ക് ഈക്വൽ ആയിരിക്കും. സൈൻ 30 എന്ന് വെച്ചാൽ എത്ര, 1/2 ആണ്. ഓക്കെ, 1/2 ആണ് ആരെന്ന് പറയുന്നത്, സൈൻ 30 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിതാ സൈൻ 150യുടെ വാല്യൂവും കിട്ടി, cot 30യുടെ വാല്യൂ നമുക്ക് കിട്ടി. ആ രണ്ട് വാല്യൂ ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ സൈൻ 3x ഈക്വൽ ടു നമുക്ക് എന്തെന്ന് കിട്ടും, cot 30യുടെ √3
സൈൻ്റെ 1/2. അപ്പോൾ √3/2 എന്ന് കിട്ടും. അതായത് സൈൻ 3x √3/2 ആണ്. അപ്പോൾ സൈൻ്റെ ഏത് വാല്യൂ ആ √3/2 ആകുന്നത്? സൈൻ 60 ആണ് എന്തെന്ന് പറയുന്നത്? സൈൻ 60 ആണ് √3/2 എന്ന് പറയുന്നത്. therefore 60 നമുക്ക് ആരുമായിട്ട് ഇക്വേറ്റ് ചെയ്യാം? 3x ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം. 60 നമുക്ക് 3x ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം. therefore എക്സിൻ്റെ വാല്യൂ 60/3 ഈക്വൽ ടു എത്ര എന്ന് കിട്ടും? 20 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ എക്സിൻ്റെ വാല്യൂ എത്ര എന്ന് കിട്ടും? 20 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ കറക്റ്റ് ചെയ്താൽ കറക്റ്റ് ഓപ്ഷൻ എ ആണ് എന്തെന്ന് പറയുന്നത്? കറക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ നമ്മൾ ഇത്രയും റിസൾട്ടുകൾ അറിയണം. ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസ്, ഇതും നമ്മളെ +2 ഹയർ സെക്കൻഡറി ലെവലിലുള്ള സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ 17 ക്വസ്റ്റ്യൻ. 18ാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? ഇഫ് 7x³ + 3y³ + 4x² + 6x = 100, then dy/dx, evaluation of dy/dx at 2,4 എന്ന് പറയുന്ന പോയിന്റിൽ dy/dxന്റെ വാല്യൂ എത്രയാണെന്ന് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് ഈ രീതിക്കുള്ള ഫംഗ്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇംപ്ലിസിറ്റ് ഡിഫറൻസിയേഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഫംഗ്ഷനെ y = f(x) എന്ന് പറയുന്ന ഫോമിൽ എഴുതാൻ പറ്റുന്ന ഫംഗ്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എക്സ്പ്ലിസിറ്റ് ഫംഗ്ഷൻ. ഇനി ആ ഫോമിൽ എഴുതാൻ പറ്റാത്ത ഫംഗ്ഷനെ വിളിക്കുന്ന പേരാണ് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ. അതായത് ഡിപ്പെൻഡന്റ് വേരിയബിൾ ഒരു സൈഡിലും ഇൻഡിപെൻഡന്റ് വേരിയബിൾ എല്ലാം അടുത്ത സൈഡിലും, ആ രീതിക്ക് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് എഴുതാൻ പറ്റത്തില്ല എങ്കിൽ അങ്ങനെയുള്ള ഫംഗ്ഷൻ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇഫ് 7x³ + 3y³ + 4x² + 6x = 100, ആ തന്നിരിക്കുന്ന ഇക്വേഷൻ അനുസരിച്ച് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? dy/dxന്റെ വാല്യൂ എത്രയാണെന്ന് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിനെ നമുക്ക് dy/dx എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നമുക്ക് ഓരോ തന്നിരിക്കുന്ന ടേമിനെ എന്ത് ചെയ്താൽ മതി? ഡെറിവേറ്റീവ് എടുത്താൽ മതിയല്ലോ. അപ്പോൾ ഫസ്റ്റ് ടേമിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 7 കോൺസ്റ്റന്റ് ആണ്. x³ ഡെറിവേറ്റീവ് 3x² എന്ന് കിട്ടും. ഓക്കെ, x³ ഡെറിവേറ്റീവ് 3x² എന്ന് കിട്ടും. പ്ലസ് അടുത്ത 3y³ എന്ന് പറയുമ്പോൾ 3 കോൺസ്റ്റന്റ് ആണ്. അടുത്ത y³ ഡെറിവേറ്റീവ് 3y² ഇൻറ്റു dy/dx, 3y² ഇൻറ്റു dy/dx എന്ന് എഴുതാം. പ്ലസ് 4 ഇൻറ്റു x², 4 കോൺസ്റ്റന്റ് ആണ്. x² ഡെറിവേറ്റീവ് 2x എന്ന് കിട്ടും. പ്ലസ് 6x ഡെറിവേറ്റീവ് 6 ഈക്വൽ ടു 100 കോൺസ്റ്റന്റ് ആയതുകൊണ്ട് അതിന്റെ ഡെറിവേറ്റീവ് എത്ര ആയിട്ട് മാറും? 6 ആയിട്ട് മാറും. അപ്പോൾ അതായത് നമുക്ക് എന്ത് കിട്ടി? 21x² പ്ലസ് 9y² ഇൻറ്റു dy/dx പ്ലസ് 8x പ്ലസ് 6 ഈക്വൽ ടു എന്തെന്ന് കിട്ടി? 0 എന്ന് കിട്ടി. അപ്പോൾ ഈ തന്നിരിക്കുന്നതിനാണ് നമ്മൾ എന്ത് ചെയ്യണം? dy/dxനെ സെപ്പറേറ്റ് ചെയ്യണം. അപ്പോൾ 9y² ഇൻറ്റു dy/dxനെ നമുക്ക് എങ്ങനെ എഴുതാം? 9y² dy/dxനെ ബാക്കിയുള്ള ടേമെല്ലാം അങ്ങ് അപ്പുറത്ത് പോകുമ്പോൾ -21x² -8x -6 എന്ന് കിട്ടും. അപ്പോൾ dy/dxന്റെ വാല്യൂ നമുക്ക് എന്തെന്ന് എഴുതാം? -21x² -8x -6 ഓൾ ഡിവൈഡഡ് ബൈ 9y² എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ dy/dxന്റെ വാല്യൂ എന്തെന്ന് കിട്ടി? -21x² -8x -6 ഓൾ ഡിവൈഡ് ബൈ 9y² എന്ന് കിട്ടി. അപ്പോൾ എവിടെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്? 2,4 എന്ന് പറയുന്ന പോയിന്റിലാണ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എക്സിന് പകരം 2ഉം വൈക്ക് പകരം എന്തും കൊടുക്കണം? 4ഉം കൊടുക്കണം. എക്സിന് പകരം 2ഉം വൈക്ക് പകരം 4ഉം കൊടുക്കുമ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടും? -21 ഇൻറ്റു 2ന്റെ സ്ക്വയർ 4 മൈനസ് 8 ഇൻറ്റു 2 16 -6. ഓക്കെ, -6 എന്ന് കിട്ടും. ഓൾ ഡിവൈഡ് ബൈ 9 ഇൻറ്റു y². y² വെച്ചാൽ 4ന്റെ സ്ക്വയർ എത്ര വരും? 16 എന്ന് വരും. ഓക്കെ, അപ്പോൾ ന്യൂമറേറ്റർ -21 ഇൻറ്റു 4 84. ഓക്കെ, 84ഉം 6ഉം -6ഉം -90, -90യും 16ഉം -16ഉം -106 എന്ന് വരും. അപ്പോൾ -106 ഡിവൈഡഡ് ബൈ 9 ഇൻറ്റു 16. 9 ഇൻറ്റു 16 എത്ര? 90ഉം 54 144 എന്ന് വരും. 144 എന്ന് വരും. ഓക്കെ, അപ്പോൾ -106/144. അതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 106നെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ -53 ഡിവൈഡ് ബൈ 144നെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 72. ഓക്കെ, -53/72 എന്ന് വരും. അപ്പോൾ ഏതായിരിക്കും കറക്റ്റ് ആൻസർ? -53/72. ഓക്കെ, അപ്പോൾ ഈ തന്നിരിക്കുന്നതിനകത്ത് dy/dxന്റെ വാല്യൂ അറ്റ് 2,4 കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതിൻ്റെ വാല്യൂ ഇവാലുവേറ്റ് ചെയ്തപ്പോൾ നമുക്ക് എത്ര എന്ന് കിട്ടി? -53/72 എന്ന് കിട്ടി. ഓക്കെ, ഓരോ ക്വസ്റ്റ്യനും വീഡിയോ പോസ്റ്റ് ചെയ്ത് വെച്ച് സ്വന്തമായിട്ട് തന്നെ ചെയ്യാനായിട്ട് നോക്കുക.
സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, നമ്മളെ വീഡിയോ കണ്ട് ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കിയെടുക്കാനാണ് നോക്കണം. എപ്പോഴും നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റൂ, പഠിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് എന്തുവാ, ഇൻ എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എക്സ് സ്ക്വയർ പ്ലസ് √3 മൈനസ് √5 മൈനസ് √3 ഇൻറ്റു എക്സ് മൈനസ് √15 ഈക്വൽ ടു 0 സം ആൻഡ് പ്രോഡക്റ്റ് ഓഫ് ദി റൂട്ട്. ഓക്കെ, അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ്. നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷനോട് ബന്ധപ്പെട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു റിസൾട്ട് ആണ്. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ജനറൽ ഫോം എന്തുവാ, ax² പ്ലസ് bx പ്ലസ് c ഈക്വൽ ടു 0. ഈ ഫോമിലുള്ള ഇക്വേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ax² പ്ലസ് bx പ്ലസ് c ഈക്വൽ ടു 0. ഇതാണ് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ജനറൽ ഫോം. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ x ഈക്വൽ ടു -b പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് b² മൈനസ് 4ac ഓൾ ഡിവൈഡ് ബൈ 2a. ഇതാണ് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത്, ജനറൽ ഫോം എന്ന് പറയുന്നത്. അപ്പോൾ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് സൊല്യൂഷൻ ആയിരിക്കും ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന് കാണുന്നത്. അത് ചില സമയത്ത് കോംപ്ലക്സ് സൊല്യൂഷൻസ് ആയിരിക്കും, ചില സമയം എന്തുമായിരിക്കും, റിയൽ സൊല്യൂഷൻ ആയിരിക്കും. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ടോപ്പിക്ക് പഠിക്കുന്ന സമയത്ത് പഠിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഇത്രയും മാത്രം ഓർത്താൽ മതി. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റൂട്ട്സ് λ1ഉം λ2 ആണ് എങ്കിൽ, λ1ഉം λ2 ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സം എന്ന് പറയുന്നത് λ1 പ്ലസ് λ2 എന്ന് പറയുന്നത് -b/a ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ ഇവിടെ ax² പ്ലസ് bx പ്ലസ് c ഈക്വൽ ടു 0യിൽ x²ന്റെ കോഷ്യൻ്റെയാണ് നമ്മൾ a എന്ന് ഡിനോട്ട് ചെയ്യുന്നത്, എക്സിൻ്റെ കോഷ്യൻ്റെയാണ് നമ്മൾ b എന്ന് ഡിനോട്ട് ചെയ്യുന്നത്, കോൺസ്റ്റന്റ് ടേമിനെയാണ് നമ്മൾ c എന്ന് ഡിനോട്ട് ചെയ്യുന്നത് ആണല്ലോ. അപ്പോൾ സം ഓഫ് ദി റൂട്ട് എന്ന് പറയുന്നത് -b/a ഈക്വൽ ആയിരിക്കും. ആൻഡ് പ്രോഡക്റ്റ് ഓഫ് ദി റൂട്ട് എന്ന് പറയുന്നത് c/a ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഈ രണ്ട് റിസൾട്ടുകൾ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനെ സംബന്ധിച്ചോളം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ഒരു റിസൾട്ട് ബേസ് ചെയ്ത് ചോദിക്കാറുണ്ട്. അപ്പോൾ എന്തോ റിസൾട്ട്, സം ഓഫ് ദി റൂട്ട് എന്ന് പറയുന്നത് -b/aയും പ്രോഡക്റ്റ് ഓഫ് ദി റൂട്ട് എന്ന് പറയുന്നത് c/aയും. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ഇൻ എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ x² പ്ലസ് √5 മൈനസ് √3 ഇൻറ്റു എക്സ് മൈനസ് √15 ഈക്വൽ ടു എന്തെന്നാണ് പറഞ്ഞേക്കുന്നത് 0. അപ്പോൾ ഇതാണ് ഇവിടുത്തെ എന്തെന്ന് പറയുന്നത്, b എന്ന് പറയുന്നത്. ഓക്കെ, ax² പ്ലസ് bx പ്ലസ് ഇതാണ് അവിടുത്തെ എന്തെന്ന് പറയുന്നത് c. അപ്പോൾ ബിയുടെ വാല്യൂ √5 മൈനസ് √3ഉം ആൻഡ് സിയുടെ വാല്യൂ -√15ഉം. ഓക്കെ, അപ്പോൾ ബിയുടെ വാല്യൂ √5 മൈനസ് √3ഉം സിയുടെ വാല്യൂ -√15ഉം ആണല്ലോ. അങ്ങനെയാണ് എന്ത് കണ്ടുപിടിക്കണം, നമുക്ക് പ്രോഡക്റ്റ് ഓഫ് ദി റൂട്ട് കണ്ടുപിടിക്കണം. പ്രോഡക്റ്റ് ഓഫ് ദി റൂട്ട് എന്ന് പറഞ്ഞാൽ എന്തോ c/a. അപ്പോൾ c എന്ന് വെച്ചാൽ ഇവിടെ എയുടെ വാല്യൂ എത്ര, x²ന്റെ കോഷ്യൻ്റെയാണ് നമ്മൾ a എന്ന് വിളിക്കുന്നത്. അപ്പോൾ എയുടെ വാല്യൂ 1 ആണ്. എയുടെ വാല്യൂ എത്ര, 1 ആണ്. അപ്പോൾ നമ്മൾ ഈ തന്നിരിക്കുന്ന റിസൾട്ട് അനുസരിച്ച് പ്രോഡക്റ്റ് ഓഫ് ദി റൂട്ട് λ1 ഇൻറ്റു λ2 എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും, c/a ഈക്വൽ ആയിരിക്കും. സിയുടെ വാല്യൂ -√15 ഓൾ ഡിവൈഡ് ബൈ 1, അതായത് എത്ര എന്ന് കിട്ടും, -√15 എന്ന് കിട്ടും. അപ്പോൾ പ്രോഡക്റ്റ് ഓഫ് ദി റൂട്ട് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും, സം. ഓക്കെ, പ്രോഡക്റ്റ് ഓഫ് ദി റൂട്ട് എന്ന് പറയുന്നത് -√15 എന്ന് കിട്ടി. ഇനി അടുത്ത വേണ്ടുന്ന എന്തുവാ, സമ്മും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സമ്മും ഉണ്ട്, സം ആൻഡ് പ്രോഡക്റ്റാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ പ്രോഡക്റ്റ് കിട്ടി, പ്രോഡക്റ്റിൻ്റെ വാല്യൂ എത്ര എന്ന് കിട്ടി, -√15 എന്ന് കിട്ടി. ഇനി കണ്ടുപിടിക്കേണ്ട സമ്മിൻ്റെ വാല്യൂ λ1 പ്ലസ് λ2 എന്തിന് ഈക്വൽ ആയിരിക്കും, -b/a ഈക്വൽ ആയിരിക്കും. അപ്പോൾ ബിയുടെ വാല്യൂ √5 മൈനസ് √3/a എന്ന് കിട്ടും. അതായത് മൈനസ് അങ്ങ് അകത്തേക്ക് മാറുമ്പോൾ എയുടെ വാല്യൂ 1 ആയതുകൊണ്ട് √3 മൈനസ് √5 എന്ന് കിട്ടും. ഓക്കെ, ഇതങ്ങ് തിരിയും, മൈനസ് അങ്ങ് അകത്തേക്ക് കയറുമ്പോൾ ഈ മൈനസ് അങ്ങ് പ്ലസ് ആവും, √5 അങ്ങ് മൈനസ് ആവും. അപ്പോൾ √3 മൈനസ് √5. അപ്പോൾ ഏതായിരിക്കും കറക്റ്റ് ഓപ്ഷൻ, ഓപ്ഷൻ എ ആയിരിക്കും എന്തെന്ന് പറയുന്നത്, കറക്റ്റ് എന്ന് പറയുന്നത് √3 മൈനസ് √5 ആണ് സമ്മ്. പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ എത്ര, -√15 ആണ് പ്രോഡക്റ്റ്. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകരുത്. അപ്പോൾ ഈ ഓപ്ഷൻ എല്ലാം കൺഫ്യൂഷൻ നമുക്ക് വരത്തക്ക രീതിക്കാണ് ഓപ്ഷൻസ് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ നല്ല വ്യക്തമായിട്ട് കൺസെപ്റ്റ് മനസ്സിലാക്കി തന്നെ ആൻസർ ചെയ്യണം. സം ഓഫ് ദി റൂട്ട് എന്ന് വെച്ചാൽ √3 മൈനസ് √5ഉം പ്രോഡക്റ്റ് ഓഫ് ദി റൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ -√15. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, അതും ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിട്ട് ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ തന്നെ. ഫോർ എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ax² പ്ലസ് bx പ്ലസ് c ഈക്വൽ ടു 0 ഇഫ് b² മൈനസ് 4ac ഈക്വൽ ടു 0. അതായത് ക്വാഡ്രാറ്റിക് ഇക്വേഷനിലെ b² മൈനസ് 4ac ഈക്വൽ ടു 0 ആണെന്നുണ്ടെങ്കിൽ ഈ തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ ഏതാണ് കറക്റ്റ്. ആ റൂട്ട്സിൻ്റെ പ്രത്യേകത, നമ്മളെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റൂട്ട്സിൻ്റെ പ്രത്യേകതയാണ് നമുക്ക് ചോദിച്ചേക്കുന്നത്. അപ്പോൾ അതിൻ്റെ തിയറി ഓൾറെഡി നമ്മൾ ചെറിയ ക്ലാസ് തൊട്ട് പഠിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ax² പ്ലസ് bx പ്ലസ് c ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്തുവായിരുന്നു, x ഈക്വൽ ടു -b പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ്
ബി സ്ക്വയർ മൈനസ് 4ac ഓൾ ഡിവൈഡ് ബൈ 2a. ഇതായിരുന്നു ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പോൾ അതിന്റെ കേസിൽ നമുക്കിതാ ഈ ബി സ്ക്വയർ മൈനസ് 4ac നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിസ്ക്രിമിനന്റ്. ഓക്കെ, ഡിസ്ക്രിമിനന്റ് എന്ന് വിളിക്കും. അപ്പോൾ ആ ഡിസ്ക്രിമിനന്റ് വാല്യൂ ബേസ് ചെയ്താണ് നമ്മളൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ സൊല്യൂഷന്റെ നേച്ചർ പറയുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ ഓർക്കേണ്ടുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ബി സ്ക്വയർ മൈനസ് 4ac ഗ്രേറ്റർ ദാൻ 0 ആണെന്നുണ്ടെങ്കിൽ, ബി സ്ക്വയർ മൈനസ് 4ac വാല്യൂ പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ 2 റിയൽ ഡിസ്റ്റിങ്ക്റ്റ് റൂട്ട്. ഓക്കെ, 2 റിയൽ ഡിസ്റ്റിങ്ക്റ്റ് റൂട്ട്സ്. അപ്പോൾ ആ കേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 2 ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള റിയൽ റൂട്ടുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഏത് കേസിൽ? ബി സ്ക്വയർ മൈനസ് 4ac വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ. അടുത്ത ബി സ്ക്വയർ മൈനസ് 4ac വാല്യൂ നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ആ കേസിൽ നമുക്ക് നോ റിയൽ റൂട്ടുകൾ ഒന്നും എന്ത് ചെയ്യാൻ പറ്റത്തില്ല. നോ റിയൽ റൂട്ട്സ്. ഓക്കെ, റിയൽ റൂട്ട്സുകളൊന്നും കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തില്ല. ആ കേസിൽ 2 റൂട്ടുകൾ എന്തായിരിക്കും? നമ്മളെ കോംപ്ലക്സ് നമ്പർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ കേസിൽ റൂട്ടുകൾ എന്തുമായിരിക്കും? 2 കോംപ്ലക്സ് റൂട്ട്. ഓക്കെ, 2 കോംപ്ലക്സ് റൂട്ട്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ബി സ്ക്വയർ മൈനസ് 4ac പോസിറ്റീവ് ആണെങ്കിൽ 2 റിയൽ റൂട്ടും, ബി സ്ക്വയർ മൈനസ് 4ac നെഗറ്റീവ് ആണെങ്കിൽ 2 കോംപ്ലക്സ് റൂട്ടും. അടുത്ത ബി സ്ക്വയർ മൈനസ് 4ac ഈക്വൽ ടു 0 ആണെന്നുണ്ടെങ്കിൽ, ബി സ്ക്വയർ മൈനസ് 4ac ഈക്വൽ ടു 0 ആണെങ്കിൽ ഈ കേസിൽ 2 ഈക്വൽ റിയൽ റൂട്ട്. ഓക്കെ, ആ കേസിൽ 2 റൂട്ടുകൾ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ബി സ്ക്വയർ മൈനസ് 4ac ഈക്വൽ ടു 0 ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ 2 റൂട്ടുകൾ എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ അത് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇവിടെ ചോദിച്ചേക്കുമല്ലേ, എന്തുവാ? ബി സ്ക്വയർ മൈനസ് 4ac ഈക്വൽ ടു 0 ആണെങ്കിൽ ദെൻ ദി റൂട്ട്സ് ആർ, ആ റൂട്ട് എങ്ങനെയുള്ള റൂട്ടാണെന്നല്ലേ ചോദിച്ചേക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഓപ്ഷനിൽ പറഞ്ഞേക്കുന്നത്? റിയൽ ആൻഡ് ഈക്വൽ, റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ്, ഇമാജിനറി മീൻസ് കോംപ്ലക്സ് റൂട്ടിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഇമാജിനറി എന്ന് വിളിക്കുന്നത്. ഇമാജിനറി ആൻഡ് ഈക്വൽ, ഇമാജിനറി ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ്. അപ്പോൾ ആ 4 രീതിക്കാണ് ഓപ്ഷൻ തന്നേക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമുക്കറിയാം റിയലും ആയിരിക്കും ഈക്വലും ആയിരിക്കും. അപ്പോൾ ബി സ്ക്വയർ മൈനസ് 4ac വാല്യൂ 0 ആണെങ്കിൽ റൂട്ടുകൾ എന്തൊക്കെയായിരിക്കും? റിയലും ആയിരിക്കും, എന്തുമായിരിക്കും? ഈക്വലും ആയിരിക്കും. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ 20ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഡയറക്റ്റ് തിയറി ബേസ് ചെയ്തുള്ളൊരു ക്വസ്റ്റ്യൻ ആണത്. ഓക്കെ, അപ്പോൾ തിയറി അറിയാമെങ്കിൽ, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ തിയറി അറിയാമെങ്കിൽ ക്വസ്റ്റ്യൻ വായിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ എഴുതാനായിട്ട് പറ്റും. അപ്പോൾ ഓർക്കേണ്ടുന്ന കാര്യം ഇത്രയാണ്. ബി സ്ക്വയർ മൈനസ് 4ac ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ 2 ഡിസ്റ്റിങ്ക്റ്റ് റിയൽ റൂട്ട്, 2 ഡിസ്റ്റിങ്ക്റ്റ് റിയൽ റൂട്ട് ആയിരിക്കും. ബി സ്ക്വയർ മൈനസ് 4ac ലെസ് ദാൻ 0 ആണെങ്കിൽ നോ റിയൽ റൂട്ട്. ആ കേസിൽ റിയൽ റൂട്ട് കാണാൻ പറ്റത്തില്ല. പക്ഷെ അവിടെ എന്തുമായിരിക്കും? കോംപ്ലക്സ് റൂട്ടുകളായിരിക്കും. കോംപ്ലക്സ് റൂട്ടിനെ തന്നെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഇമാജിനറി റൂട്ട്. ഓക്കെ, തേർഡ് കേസ് ബി സ്ക്വയർ മൈനസ് 4ac ഈക്വൽ ടു 0 ആണെങ്കിൽ 2 ഈക്വൽ റിയൽ റൂട്ട്സ് ആയിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പം 20 ക്വസ്റ്റ്യൻസ് ആയിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്.